രാവിലെ തന്നെ അനീഷ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ രേണുസുതിയായിട്ട് വാക്കുതർക്കമാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ ഷാനവാസിൻ്റെ അടുത്ത് പോയ ശേഷം നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അടുക്കളയുടെ ഭാഗത്ത് നിന്നപ്പോൾ ജിസേൽ അവിടെ എന്തോ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അനീഷിനോട് ഒരു സഹായം ചോദിക്കുന്നു. അനീഷ് ഇതൊന്ന് കട്ട് ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, കിച്ചൺ ടീം എവിടെ, നിങ്ങളുടെ ഫുൾ കിച്ചൺ ടീം എവിടെ, ബാക്കിയുള്ളവരെവിടെ, എല്ലാവരെയും വിളി, നിങ്ങളുടെ ക്യാപ്റ്റൻ എവിടെ, എല്ലാവരെയും വിളിച്ച് ഇപ്പം തന്നെ ഡ്യൂട്ടി തുടങ്ങിക്കോ, എല്ലാവരെയും വിളിച്ചോ എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. രേണുസുതിക്കാണത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അനീഷ് ആരാ അത് ചോദിക്കാൻ, അനീഷിന് ആരാ അധികാരം തന്നെ കിച്ചൺ ടീമിനെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ, കേട്ട് മടുത്തു എന്ന് പറഞ്ഞ രേണുസുതി അങ്ങ് തുടങ്ങി. അപ്പോഴത്തേനും അനീഷ് പറയുന്നുണ്ട്, എനിക്ക് ബിഗ് ബോസ് ആണ് അധികാരം തന്നത്, ഞാൻ ചോദിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രേണു പറയുന്നുണ്ട്, എൻ്റെ പൊന്ന അനീഷ്, ഞാൻ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന സ്ഥലത്തൊന്നും അങ്ങോട്ട് കയറി ഇടപെടുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇത് കേട്ട് മടുത്തു, ഇത് എത്രയാണെന്ന് വെച്ചാൽ സഹിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും മിണ്ടാതിരിക്കാവോ, ഇയാൾ പറയുമ്പോൾ തന്നെ ഡ്യൂട്ടി തുടങ്ങാൻ വേണ്ടി നോക്കി നിൽക്കുമല്ലേ കിച്ചൺ ടീം, ഇയാൾ എന്തൊക്കെയാണ് പറയണം, ഒന്നും മിണ്ടാതിരിക്കടോ എന്ന് രേണുസുതി പറയുന്നുണ്ട്. അനീഷിനെ കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു ഇറിറ്റേഷൻ വരുമ്പം ഒരു രീതി പറയില്ല, ആ രീതിയിലാണ് രേണു പറഞ്ഞത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഉച്ചയിൽ സൂര്യൻ ഉദിച്ച് കഴിയുമ്പോഴല്ല കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടി തുടങ്ങേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ നെവിൻ അവിടെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നെവിനും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞ പോയിൻ്റ്, അനീഷേട്ടൻ ആ പറഞ്ഞത് പോയിൻ്റാണ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അനീഷ് വീണ്ടും പറയുന്നു, ഇപ്പം തന്നെ ഡ്യൂട്ടി തുടങ്ങിയില്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ കഞ്ഞി വെക്കുമെന്ന് പറയുന്നു. അപ്പോൾ നെവിൻ, ഗുഡ് അനീഷേട്ടാ, ഗുഡ്, എന്നാൽ പിന്നെ കറി കൂടെ വെക്കാവോ അനീഷേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് നെവിൻ. എന്തായാലും അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഷാനവാസും എല്ലാവരും തന്നെ കിച്ചണിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.